ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, ലോക്ക്ഡൗൺ സമയമാണല്ലോ, റേഷനരിയും കുറച്ച് ഉഴുന്നും വെച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്, നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടൂലേ, അതേപോലത്തെ ഒരു ഇഡ്ഡലിയും ദോശയാണ്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഇവിടെ 2 ഗ്ലാസ് റേഷനരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് റേഷനരിക്ക്, അതായത് 1 കിലോ റേഷനരി നമ്മൾ എടുത്താൽ 250 ഗ്രാം ഉഴുന്ന് എടുക്കണം. ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഈ ഒരളവ് മതിയാവും. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തുകൊണ്ട് അതേ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ലേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും തനിതനിயாக കഴുകിയിട്ട്, പക്ഷേ നമ്മുടെ പച്ചരി കുതിരാനിടുമ്പോൾ നമുക്കൊരു 3-4 മണിക്കൂർ കുതിർന്ന് കിട്ടിയാൽ മതിയാകും. വേഗം തന്നെ അരച്ചെടുക്കാം. പക്ഷേ റേഷനരി കുതിരാനിടുമ്പോൾ കാര്യം മറക്കരുത്, അത് നല്ലോണം നമ്മൾ മിക്സിയിലേക്ക് അരച്ചെടുക്കുന്നതെങ്കിൽ കുറച്ച് നല്ലോണം പഞ്ഞി പോലെ അരഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ പച്ചരി ഇടുന്നതിൻ്റെ ഇരട്ടി മണിക്കൂറെങ്കിലും ഇതെന്തായാലും കുതിരാൻ വെക്കണം. ഞാനിപ്പോൾ ഒരു 6-7 മണിക്കൂറോളം ഈ അരി കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ അരയ്ക്കാനിട്ടിട്ട് ഞാൻ ഇത് വൈകുന്നേരമാണ് അരയ്ക്കുന്നത്. 7-8 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇത് മറക്കരുത്, അല്ലെങ്കിൽ നല്ലോണം അരഞ്ഞു കിട്ടില്ല. അപ്പം ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്നും അരിയൊക്കെ നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഉഴുന്നിന് ലേശം കൂടുതൽ നേരം കുതിർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഈ മിക്സി ജാറിലോട്ടിട്ട് ഇത് രണ്ടും കൂടെ അരച്ചെടുക്കാം. ഞാൻ രണ്ടും തന്നെയാണ് ഇട്ട് അരയ്ക്കുന്നത്. അപ്പം അരി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരി അരച്ചതും ഉഴുന്നരച്ചതും കൂടെ നല്ലോണം മിക്സാക്കി വെക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ചോറൊന്നും ചേർക്കുന്നില്ല. പിന്നെ പച്ചരി പുളിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം ഇതിന് പുളിക്കാനും വേണം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു രാത്രി ഒരു 7 മണി പോലെയാണ് മാവ് അരച്ചേക്കുന്നത്. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ചുടുമ്പോൾ കണക്കായിരിക്കും. ആ ഒരു കണക്കിന് കേട്ടോ. പച്ചരി അരയ്ക്കുന്നതിനേക്കാളും കൂടുതൽ നേരം വേണം ഇത് മാവ് പുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ നമ്മുടെ മാവ് നല്ലോണം പുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി മാവിൻ്റെ പദത്തിനാണ് വെച്ചത്. ഇനി നമുക്കിത് ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇഡ്ഡലി ചുടാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇഡ്ഡലിയും കുറച്ച് ദോശയായിട്ടോ ചുടുന്നത്. അപ്പോൾ ഇഡ്ഡലി മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി വേവാനൊക്കെ സാധാരണ പച്ചരിയുടെ ആ പാകം തന്നെ മതി കേട്ടോ. 2 മിനിറ്റ് കൂടെ കൂടുതൽ വെച്ചാലും ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ ഇത് എടുത്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇഡ്ഡലി തട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ദോശ ചുടാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നിന്ന് ഞാൻ ലേശം വെള്ളം ഒഴിച്ച് മാവ് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ വെന്തിട്ടുണ്ട്. മറിച്ചിടുകയാണ്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നല്ല മുരിഞ്ഞ് വരും. അപ്പോൾ ബാക്കി ദോശയും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇഡ്ഡലി നല്ലോണം ആറിയിട്ടുണ്ട്. ഞാനിത് ഇളക്കി വെച്ചാണ് കേട്ടോ. എന്നിട്ട് തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. നമുക്ക് പച്ചരിക്കൊക്കെ ഒത്തിരി വിലയാണല്ലോ. അപ്പോൾ റേഷനരി ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ കാലത്തുള്ള ടിഫിൻ റെഡിയാക്കാം. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.